മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചന്ദ്രപൂർ ഗ്രാമത്തിൽ ഒരു ഇരുട്ട് മുൻപേ പടർന്നിരിക്കുന്നു. അയാന്റെ അച്ഛൻ തന്റെ മകന്റെ ആ പ്രേതത്തിന്റെ രൂപം കണ്ടിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പേടിച്ചധികം ഗ്രാമത്തിലേക്ക് തിരികെ വന്നു. കാരണം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആ ഭയങ്കരത്തെക്കുറിച്ച് പറയാൻ. ആലമരത്തിനടിയിൽ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അയാന്റെ ആത്മാവ് ഗ്രാമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ആത്മാവിനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അയാന്റെ പ്രേതം ആ കല്ലറയിലില്ല. അവൻ ജീവനോട് വന്നിട്ടുണ്ട്. അവന്റെ അകത്ത് ഒരു പിശാചിന്റെ ശക്തിയുണ്ട്. അവൻ കാണുന്ന എല്ലാവരെയും അവൻ ഇപ്പോൾ കൊല്ലുന്നുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങളെ, നമ്മൾ അവന്റെ അടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. അതെ, നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കണം. ആ പിശാചിന്റെ കയ്യിൽ നിന്നും നമ്മളെ രക്ഷിക്കണം. അയാന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഖത്ത് നന്നായി പേടി കാണാൻ സാധിച്ചു. കാറ്റത്ത് ശാന്തത നിറഞ്ഞിരുന്നു. നടക്കാൻ പാടില്ലാത്തതെന്തോ നടക്കാൻ പോകുന്നത് പോലെ. ഗ്രാമത്തിലെ ജനങ്ങളെ, പേടിക്കണ്ട. ഞാൻ നാളെ തന്നെ ഒരു മന്ത്രവാദിനെ ഇങ്ങോട്ട് വർദ്ധിപ്പിക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും ആ ചകുത്താനെ തടുത്തു നിർത്തും. ഗ്രാമത്തിലെ ജനങ്ങളുടെ പേടി കണ്ടിട്ട് ചന്ദ്രോഗർ ഗ്രാമത്തിന്റെ തലവൻ തന്റെ ഗ്രാമത്തിലുള്ള പ്രബലനായ ആദിമിനെ വിളിച്ചു വരുത്തി. അയാന്റെ അച്ഛനും ഗ്രാമത്തിലെ ജനങ്ങളും അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ മുറിയിൽ വ്യത്യാസമായ ഒരു സാഹചര്യം ഉണ്ടായി. ഗ്രാമത്തിലെ ജനങ്ങളെ, പേടിക്കാനുള്ള ആവശ്യമില്ല. എല്ലാ പേടിയുടെ പുറകിലും ഒരു കാരണമുണ്ടാവും. പേടിയിൽ നിന്നും തീർച്ചയായും വിടുതലുണ്ട്. ഞാൻ നിങ്ങളുടെ പേടി മാറ്റിയേക്കാം. ഇന്ന് ഞാൻ തന്നെ ശ്മശാനത്തിലേക്ക് ചെന്ന് ഒരു വഴി കാണുന്നു. പക്ഷേ ബാബ, രാത്രിയിൽ ശ്മശാനത്തിലേക്ക് പോകുന്നത് ഉചിതമാണോ? അവിടെ അയാന്റെ ആത്മാവ്. ഞാൻ ഇരിക്കുന്നവരെ ഏതൊരു ആത്മാവും നിങ്ങളുടെ അടുത്ത് വരില്ല. ഓർമ്മിച്ചോളൂ, പേടിയേക്കാളും ഒരു വലിയ ശത്രു ഏതുമില്ല. പേടിക്കാൻ പാടില്ല. ശ്മശാനം വളരെ ശാന്തമായിരുന്നു. എല്ലാ ഭാഗത്തും മരണത്തിന്റെ പേടിയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിയോടുകൂടി ഒന്നിച്ചിരിക്കുകയാണ്. രോഹാൻ ആലിയും വന്നു. ആ കല്ലറ കണ്ടിട്ട് അദ്ദേഹം സ്തംഭിച്ചു നിന്നു. കല്ലറ തോണ്ടപ്പെട്ടിരിക്കുന്നു. അതിലുണ്ടായിരുന്ന പ്രേതത്തിനെ കണ്ടില്ല. ഞാൻ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. അയാന്റെ ചകുത്താൻ രൂപം അത് തന്നെത്താനെ ഇങ്ങോട്ട് വന്നേക്കും. അത് ഈ കുഴിയുടെ അകത്ത് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും അതിന്റെ മുകളിൽ മണ്ണിടണം. ശരി മൗരി ചേട്ടാ. ആ കുഴിയുടെ മുൻപിലായി മൗരി ബാബ ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. കാറ്റിലെ വേഗത കൂടാൻ തുടങ്ങി. എന്തോ ഒരു ശക്തി കാറ്റിൽ മറഞ്ഞിരിക്കുന്നത് പോലെ. സൂര്യ ഹൽ ബക്ര, സൂര്യ ഹൽ ഹോത്ര, സൂര്യ ഹൽ ഹൈക്ലാക്, സൂര്യ ഹൽ ഫലഖ, സൂര്യ ഹനസ. മൗലി ആ മന്ത്രങ്ങൾ ജപിച്ചതും തന്നെ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആ ശ്മശാനത്തെ വ്യത്യാസമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അയാന്റെ ആ പിശാചിന്റെ രൂപം അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. പിന്നെ കാറ്റത്ത് ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെ, പേടിക്കണ്ട. അയാളുടെ ആത്മാ നിലവിളിക്കാൻ തുടങ്ങും. വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അത് കണ്ട് പേടിക്കണ്ട. അയാന്റെ ആത്മാവ് അലിബാബയെ നോക്കി നടന്നു വന്നു. അലീം അതിന്റെ മേലിലേക്ക് തീർത്ത വെള്ളം ഒഴിച്ചു. എന്നാലും അവൻ നിന്നില്ല. അവൻ അലീമിനടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാടി വീണ് അദ്ദേഹത്തെ അവൻ കൊന്നുകളഞ്ഞു. ബാവ മരിച്ചത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പേടിച്ച് ഓടാൻ തുടങ്ങി. ആ ശ്മശാനത്തിൽ പേടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. രോഹാനി ബാബ എന്തു പറഞ്ഞെന്ന് എല്ലാരും ചിന്തിച്ചു നോക്കൂ. പേടിയാണ് നമ്മുടെ വലിയ ശത്രു. നമ്മൾ പേടിക്കാൻ പാടില്ല. ഈ പിശാചിനെ നമ്മൾ നേരിടണം. ആലിയ പറഞ്ഞത് കേട്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചു. അയാന്റെ ആ പിശാചിന്റെ രൂപം ആലിയെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. ആലിയ ശ്മശാനത്തിലുണ്ടായിരുന്ന ആ മൺവെട്ടി എടുത്തു. ആ ആത്മാവിന്റെ തലയിൽ ഒറ്റ അടി കൊടുത്തു. പിന്നെ അതിനകത്തു നിന്നും വണ്ടുകൾ വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് വണ്ടുകൾ അടുത്തുണ്ടായിരുന്ന തീയിൽ കത്തിപ്പോയി. കൊല്ലാമല്ലോ ആലിയ ചേച്ചി. ഒറ്റ അടി കൊണ്ട് ശൈത്താന്റെ മണ്ട ഉടച്ചു. പക്ഷെ ഇവന്റെ തലയിൽ നിന്ന് ഇത്രയും വണ്ടുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ വണ്ടുകൾ കളിച്ചല്ലോ. ആ വണ്ടുകളാണ് ഇത്. ഗ്രാമത്തിലെ ജനങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ചന്ദ്രോഗർ ഗ്രാമത്തിൽ സന്തോഷത്തിന്റെ നിഴൽ നിറയാൻ തുടങ്ങി. കാരണം അയാന്റെ ആത്മാവിന്റെ നിഴൽ അവിടെ നിന്നും പോയി. സമയം രാത്രിയാണ്. ചന്ദ്രോഗർ ഗ്രാമത്തിന്റെ ചുറ്റുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ കാട്ടിൽ ഇപ്പോഴും എന്തോ ഒരു പേടി നിറഞ്ഞിരിക്കുന്നു. അയാൻ പ്രേതം കാരണം നമ്മൾ എല്ലാവരും പേടിച്ചു പോയി. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ദിവസത്തിനെ ചേർത്ത് എൻജോയ് ചെയ്യ്. നന്നായിട്ട് പാർട്ടി ചെയ്യൂ. ഗ്രാമത്തിലെ ജനങ്ങൾ ആടുന്നു, പാടുന്നു. അപ്പോഴാണ് ആലിയയും മറ്റുള്ളവരും ദൂരെ നിന്ന് ഏതോ ഒരു രൂപം വരുന്നത് ശ്രദ്ധിച്ചത്. ഇരുട്ടത്തെ മുഖം തെളിവായി കണ്ടില്ല.
കാറ്റത്ത് വ്യത്യാസമായ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു. അവിടെ വരുന്നത് ആരാണ്? അവരെല്ലാരും അടുത്തേക്ക് വന്നതും ഗ്രാമത്തിലെ ജനങ്ങളുടെ രക്തം ഉറഞ്ഞു പോകുന്നത് പോലെ സത്യം പുറത്തേക്ക് വന്നു. ഇത് അവരൊക്കെയാണ് 2-3 വർഷത്തിനു മുൻപ് മരിച്ചു പോയവർ. ദേ നോക്കൂ, ആ ബാവയും വരുന്നു. ഇദ്ദേഹത്തിന് അയാളുടെ ആത്മാ കൊന്നുകളഞ്ഞല്ലേ, പക്ഷെ ഇദ്ദേഹം എങ്ങനെ ജീവനോട് വളർന്നു? ദേ നോക്കൂ, അജൻ കൊച്ചച്ചൻ. ഇദ്ദേഹം 10 ദിവസത്തിന് മുമ്പേ മരിച്ചതല്ലേ? ഇവരുടെ ശരീരമൊക്കെ എത്ര ചീഞ്ഞിരിക്കുന്നു നോക്കൂ. ചേട്ടാ, അവിടെ നോക്കൂ മീര, അവൾ 20 ദിവസങ്ങൾ മുൻപാണ് ചത്തുപോയത്. ഇതെങ്ങനെ സാധിക്കും? ഇത്രയും പ്രേതങ്ങൾ! ഇവരെല്ലാം നമ്മുടെ പാർട്ടി അലവൻ പാർട്ടിയായി മാറ്റിയോ? ഇത്രയും നടന്നു വരുന്ന പ്രേതങ്ങളെ കണ്ടതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിച്ച് ഓടാൻ തുടങ്ങി. പ്രേതങ്ങൾ അവരെ പിന്തുടർന്നു പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ അവരവരുടെ വീട്ടിനകത്ത് ചെന്ന് കതകുകൾ മൂടി. കാറ്റത്ത് നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആലിയ തന്റെ വീട്ടിനകത്ത് ഇരിക്കുകയാണ്. പേടിച്ചിരിക്കുകയാണ്, ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരൻ മനോഹർ വിളിച്ചത്. ആ മനോഹർ, പറ. ആലിയ, എന്റെ ആരോഗ്യം വളരെ ശരിയില്ലാതെ പോയി. എന്തു പറ്റി? പറ. എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എന്റെ മൂല കുറച്ചു പോലും പണി ചെയ്യാത്തതുപോലെ തോന്നുന്നു. എന്റെ തലയിൽ ഒരു വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിക്ക്, ഞാനിപ്പോ വരാം. ഹോസ്പിറ്റലിലേക്ക് പോകാം. ആലിയ തന്റെ കൂട്ടുകാരി സാറയോടൊപ്പം മനോഹറിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. മനോഹറിന്റെ തല പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. പിന്നെ അവന്റെ അടുത്തായി അതേ വണ്ടുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം അയാന്റെ തലയിൽ നിന്നും വന്നതാണ്. സാറ, നിന്റെ മൂക്കും വായും പൊത്തിക്കോ. എന്തിനാ? അല്ലെങ്കിൽ ഈ വണ്ടുകൾ നിന്റെ തലയ്ക്കകത്ത് കയറും. പിന്നെ മനോഹറിന്റെ അവസ്ഥ എന്താണോ അതായിരിക്കും നിന്റെയും അവസ്ഥ. അതെങ്ങനെ നിനക്കറിയാം? ഇത് പ്രേതമല്ല, ഇത് സോംബീസ് ആണ്. ഈ വണ്ടുകൾ മറ്റുള്ളവരെ സോംബീസ് ആക്കുന്നു. ആദ്യം സോംബീസ് മറ്റുള്ളവരെ ആക്രമിച്ചു കൊല്ലുന്നു. പിന്നെ ഈ വണ്ടുകൾ മരിക്കുന്നവരുടെ തലച്ചോറിൽ കയറുന്നു. പിന്നെ അവരും സോംബിയായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഗ്രാമവും നശിക്കുമല്ലോ. അതെ, എല്ലാരും സോംബിയായി മാറുന്നതിനു മുൻപ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാനാകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ വണ്ടുകൾ തീയിൽ മാത്രമേ മരിക്കുള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തണം. ആലിയ ഗ്രാമത്തിലുള്ള തന്റെ കൂട്ടുകാരെ എല്ലാം ഒന്നിച്ചുകൂട്ടി. ആലിയ കൂട്ടുകാരുടെ കയ്യിൽ തീപ്പന്തം നൽകി, പിന്നെ വില്ലും അമ്പും. ആ രാത്രി ഇരുട്ടത്ത് ആ തീപ്പന്തത്തിൽ നിന്നും വരുന്ന വെളിച്ചം ഒരു വിശ്വാസത്തിന്റെ ദീപമായി കത്തുകയാണ്. ആദ്യം നമ്മൾ സോംബിയെ അടയാളം കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? പതുക്കെ പതുക്കെ നടക്കുന്നല്ലോ, അവരാണ് സോംബികൾ. ആരുടെ ശരീരമൊക്കെ ചീഞ്ഞിരിക്കുന്നോ അവരാണ് സോംബികൾ. സാറയും ആലിയയും പറഞ്ഞതുപോലെ ആ ആളുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾ സോംബിയെ അടയാളം കണ്ടുപിടിച്ച് അമ്പ് വെച്ച് ആദ്യം അവരുടെ തലയിൽ ഉന്നം വെക്കുന്നു. പിന്നെ ചിലർ അവരുടെ തല തീ കൊണ്ട് കത്തിക്കുന്നു, ഒരു വണ്ട് പോലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി. ഈ രീതിയിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ സോംബീസും അവർ നശിപ്പിച്ചു. അതിനുശേഷം ഗ്രാമത്തിലുള്ള എല്ലാവരും ആലിയയുടെ ഈ പ്രവൃത്തിക്ക് വേണ്ടി അവൾക്ക് നന്ദി പറഞ്ഞു. ആലിയ ഒരുപാട് സന്തോഷിച്ചു. കാരണം അവൾ അവളുടെ കൂട്ടുകാരൻ അലിയാന്റെ മരണത്തിന് പ്രതികാരം ചെയ്തു.